ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്നൊരു പുതിയൊരു ഡേ മൈ ലൈഫായിട്ടാണ് വന്നത്. അപ്പോൾ ഇന്നത്തെ ഡേ മൈ ലൈഫിലെന്ന് വെച്ചാൽ എനിക്ക് പനിയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ദിവസം വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ആദ്യത്തേനും ചെറിയ മൂക്കടപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അമ്പലത്തിൽ പോകാനായിട്ടൊക്കെ ഉള്ള കാര്യത്തിനും പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അമ്പലത്തിൽ പോകണമെന്നൊക്കെ പറഞ്ഞിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അമ്പലത്തിൽ നിന്ന് അന്നദാനമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളങ്ങോട്ട് പോകാമെന്നും അപ്പോൾ ട്യൂട്ടോറിൽ പോയായിരുന്നു. അപ്പനെ ട്യൂട്ടോറിൽ പോയി വിളിച്ച് നമ്മൾ അന്നദാനത്തിൽ പങ്കെടുക്കാമെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കണം. അപ്പം അതിൻ്റെ മുഖമൊക്കെ ചെറിയ ചെറിയ കുരുക്കളൊക്കെ ഇങ്ങനെ വന്നായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ നോക്കണം. അപ്പോൾ വീഡിയോ എടുത്തതിലും മുഖത്ത് നല്ല ഡല്ലായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നാളായി ഫേസിലൊക്കെ ചെയ്യാതിട്ട്, അപ്പോൾ അതൊക്കെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ കുറച്ച് അമ്പലത്തിലേക്ക് പോകാനായിട്ടൊക്കെ ഉള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ നീ കുളിച്ച് പോകാമെന്നൊക്കെ കരുതി ഇങ്ങനെ ഇരിക്കണം. അപ്പം കുറച്ച് ദിവസം കൊണ്ട് ആദ്യത്തേന് പനിയായിരുന്നു, എനിക്ക് പനിയാണ്. അപ്പോൾ അതൊക്കെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ സമയത്ത് എടുത്ത കുറച്ച് വീഡിയോകളാണ് നിങ്ങൾക്ക് ഇടാമെന്ന് കരുതിയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഡേ മൈ ലൈഫ് ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് സ്ഥിരമായിട്ട് ഇടാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ അമ്പലത്തിലേക്ക് പോയി. അപ്പോൾ അമ്പലത്തിലെ അന്നദാനം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചോറും പരിപ്പും പപ്പടം ഇഞ്ചി നാരങ്ങ മാങ്ങ തോരൻ പിന്നെ പായസം ഉണ്ടാക്കി. ഒരു ദിവസം പായസമൊക്കെ അപ്പം ഞാനും അറിഞ്ഞുകൂട്ടിയിട്ടൊന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ വൈകുന്നേരം പോയതാണ്. വൈകുന്നേരം കുറച്ച് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ അമ്പലത്തിൽ പോയി അതുപോലെ വഴിയൊക്കെ ചെയ്തായിരുന്നു. നമ്മുടെ വീട്ടിനടുത്തുള്ള അമ്പലമായിട്ട് അമ്പലത്തിൽ അപ്പോൾ അതിൻ്റെ കാര്യമായിട്ടാണ് പോയത്. അപ്പോൾ അവിടെ ഒരുപാട് പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനും കറങ്ങിക്കുട്ടിയൊക്കെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് വലിയ വീഡിയോയിലോട്ട് വരുന്നില്ല. നമ്മളവിടെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരുപാട് പേരൊക്കെ അർച്ചനയ്ക്കും കൊടുത്തുകൊണ്ട് ഒരു അർച്ചനയ്ക്കൊക്കെ കൊടുത്തുകൊണ്ട് അവർ ഞങ്ങൾക്ക് ഒരു പൂജയുടെ വഴിപാടായിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളെ വീട്ടിൽ അടുത്തുള്ള അമ്പലം തന്നെയാണ്, നമ്മുടെ കുടുംബാമ്പലമാണ്. എൻ്റെ അല്ല, ഹസ്ബൻഡിൻ്റെ കുടുംബാമ്പലമാണ്. അപ്പം ഈ കുടുംബാമ്പലത്തിലുള്ളവരാണ് കൂടുതൽ മെയിനായിട്ട് പൂജയുടെ കാര്യത്തിനായിട്ട് ഉള്ളത്. അപ്പം ഇവിടെ എപ്പോഴും വഴിപാടിൽ ഞാൻ എപ്പോഴും ഹാരമാണ് വെക്കുക. ഹാരം എപ്പോഴും പറയും നേരിട്ടുണ്ടെങ്കിൽ ഒരു വഴിപാട് നടത്തുമ്പോൾ ഹാരം പറഞ്ഞിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ എപ്പോഴും ഹാരമാണ് വഴിപാടായിട്ട് പറയുന്നത്. അപ്പോൾ അമ്പലത്തിൽ വൈകുന്നേരമായിട്ടുള്ള തിരക്കായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ആണ്. അപ്പോൾ പനി ആദ്യത്തിന് ചെറിയ രീതിയിൽ ചൂടുണ്ട്. അപ്പോൾ ചൂടായിട്ട് അതുകൊണ്ട് നമ്മൾ പിന്നെ ഈ ഒരു പൂജ ഒരുപാട് നേരം നിൽക്കാനൊന്നും നിന്നില്ല. അപ്പം തന്നെ പോകുമെന്നുള്ളൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഇവിടെ തലേന്നത്തെ പൂജയാണ് ഇത്. അപ്പോൾ കുങ്കുമാഭിഷേകം ദേവിക്ക് നടത്തുന്നതിനാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരാളടുത്ത് തിരുമേനിയാണ് ഇരിക്കുന്നത്. അപ്പോൾ തിരുമേനിയാണ് പൂജകളൊക്കെ ചെയ്യുന്നത്. അമ്പലത്തിൽ മെയിനായിട്ട് അമ്പലത്തിൽ പ്രതിഷ്ഠയുടെ ഇടങ്ങളിലേക്ക് ഉള്ളതുകൊണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് പൂജകളുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് അമ്പലത്തിൽ പരിപാടി പൂജകളൊക്കെ ആയിരുന്നു. നമ്മളതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസത്തെയാണ് ഇത്. അപ്പോൾ ആദ്യത്തെ നല്ല പനിച്ച് വിറച്ച് കിടക്കുകയാണ്. ഇനിയിപ്പോൾ ആദ്യത്തിന് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകാനായിട്ടൊക്കെ ഉള്ള പ്ലാനിലാണ്. അപ്പോൾ ആദ്യത്തിന് കൗണ്ട് കുറഞ്ഞ പനിയായിരുന്നു കേട്ടോ. അപ്പം ഇപ്പം കുറഞ്ഞൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത്. ഇപ്പം നല്ലതുപോലെ കുറഞ്ഞു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാൻ ഡോക്ടർ പറഞ്ഞാണ്. അപ്പം നിൽക്കാനും എടുക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ട് പിറ്റേന്ന് പോയി അഡ്മിറ്റ് ആകാമെന്ന് പറഞ്ഞിരുന്നേന്. അപ്പോഴേക്കും ആദ്യത്തിന് പനിയൊക്കെ കുറഞ്ഞു. അപ്പം ഈ ഡേ മൈ ലൈഫ് ഇത്രയൊക്കെയാണ്. അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ.